അപ്പൊ നമ്മള് ആമ്പല്ലൂര് ഫ്ലൈ ഓവറിന്റെ മുകളിലാണ് നിൽക്കണേ. ഒരു 10-15 കൊല്ലായി ഇവിടെ ബ്ലോക്കും എല്ലാം ടോൾ തുടങ്ങിയ ശേഷം. അപ്പോ അതിന് ഒരു വിരാമം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആമ്പല്ലൂര് സെൻട്രലില് ഫ്ലൈ ഓവറിന്റെ മുകളിലാണ്. നോക്കിയാൽ കാണാം നിങ്ങൾക്ക് നമ്മുടെ തെക്കുംപുറം ബേക്കറി, അത് കഴിഞ്ഞാൽ ജോർജ് ടൗണിന്റെ സ്ഥലങ്ങള്. ഇനി ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ ആമ്പല്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിയും ഇവിടെ നമ്മള് തൃശ്ശൂർക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ ഞാൻ വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല, എന്നിരുന്നാലും വണ്ടികളൊക്കെ കടത്തി തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ജസ്റ്റ് നോക്കിയാൽ കാണാം ഇവിടെ നമ്മുടെ ഇവിടെ വരുന്ന വണ്ടികള് തിരിച്ചിങ്ങോട്ട് വളയുമ്പോൾ കാറും അതുമാതിരി തന്നെ വലിയ വണ്ടികള് ജീപ്പ്, അതുമാതിരി ചെറിയ ഈ ഒമിനി അങ്ങനത്തെ വണ്ടികളൊക്കെ വരുമ്പോ ഇവിടെ അപകടത്തിൽ പെടാറുണ്ട്. ഞങ്ങൾ മിനിഞ്ഞാന്ന് വന്നപ്പോ ഒരു കാറ് അപകടത്തിൽ പെട്ടിരുന്നു. വർക്ക് മുഴുവനായിട്ടും കഴിഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് തോന്നുന്നു ഒരു മാസം കൊണ്ടൊക്കെ ഈ ആമ്പൂര് ഫ്ലൈ ഓവർ ഫുള്ളി എല്ലാവർക്കും യാത്ര ചെയ്യാൻ പാകത്തിന് ഓക്കെ ആവും. ഇപ്പൊ വർക്ക് കഴിയാത്ത കാരണം ലൈറ്റ് ഇട്ടിട്ടില്ല, അതേമാതിരി തന്നെ കുറച്ച് വർക്ക് ഇടയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും നോക്കി മാത്രം യാത്ര ചെയ്യണ്ടോ. ഇത് ആളുകളൊക്കെ തിരക്കൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റൈറ്റിലേക്ക് വെട്ടിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്കിഡാവാനും വീഴാനും സാധ്യതയുണ്ട്. ഞങ്ങൾ നേരത്തെ ഇവിടെ പോയപ്പോഴാണ് ഒരു കാറ് ഇതേപോലെ വന്നിട്ട് വണ്ടി വളച്ചു, കാറിൻ്റെ അടി റോഡിൽ മുട്ടി, പിന്നെ വണ്ടി എടുക്കാൻ ക്രെയിൻ വിളിക്കേണ്ടി വന്നു. അപ്പോൾ നോക്കി യാത്ര ചെയ്യുക, പണി കഴിയണവരെ ശ്രദ്ധിക്കുക. അത്യാവശ്യം ബ്ലോക്ക് ഇപ്പം ഉണ്ട്. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വർക്ക് നടക്കണ കാരണം പകൽ കൂടുതലും വർക്ക് നടക്കുന്നുണ്ട്, ടാറിങ്ങും അതുമാതിരി പെയിൻറ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് വരുന്ന ഭാഗത്തേക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും സമയമൊക്കെ നോക്കി യാത്ര ചെയ്യുക. പെട്ടെന്ന് ബ്ലോക്ക് മാറി ആമ്പല്ലൂർ യാത്ര അടിപൊളിയാവട്ടെ.